Hello students. In this lecture I'm going to introduce you the phenomenon of light, that is interference. ഇപ്പോൾ ഇൻ്റർഫെറൻസ് എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എന്താണ് ഇൻ്റർഫെറൻസ് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇൻ്റർഫിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ടേം തന്നെ നമുക്കറിയാം. ഒരാളുടെ കാര്യത്തിൽ വേറൊരാൾ കൈ കടത്തുന്നതിനാണ് നമ്മൾ ഇൻ്റർഫിയർ ചെയ്യുന്നത്. ഡോണ്ട് ഇൻ്റർഫിയർ ഇൻ മൈ മാറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പോൾ നമ്മുടെ കാര്യത്തിലൊന്നും ഇടപെടുക, അങ്ങനെയാണ് ഇൻ്റർഫിയർ ചെയ്യുക എന്ന് പറയുന്നത്. അതിനെക്കൊണ്ട് ആ വേർഡ് മീനിങ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇൻ്റർഫെറൻസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഒന്നോ അധികമോ ലൈറ്റ് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വേരിയേഷനാണ് ശരിക്കും വളരെ ലളിതമായ ഭാഷയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർഫെറൻസ്. അപ്പോൾ നമ്മൾ ഇൻ്റർഫെറൻസ് എന്താണെന്ന് ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു ലൈറ്റ് വേവ് എന്താണ് ശരിക്കും ലൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇൻ്റർഫെറൻസ് എന്നുള്ളത് നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. ഇൻ്റർഫെറൻസ് എഫക്റ്റ് നമ്മളുടെ മയിൽപ്പീലിയിലുള്ള വളരെ ഭംഗിയുള്ള കളേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ റോഡിൽ പെട്രോളൊക്കെ വീണ് കഴിഞ്ഞാൽ ഒരു തിൻ ഫിലിം ഫോം ചെയ്യും. ആ തിൻ ഫിലിമിൽ നമ്മൾ ഇങ്ങനത്തെ കളേഴ്സ് കണ്ടിട്ടുണ്ടാകും. അതുപോലെ ബബിൾസ്, നിങ്ങൾ കുട്ടിയാകുമ്പോഴും അല്ലെങ്കിൽ എല്ലാ കാലത്തും മനസ്സിൽ കുട്ടിയുള്ള ആൾക്കാർ ഒക്കെ നമ്മൾ ബബിൾസ് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആകും. അപ്പോൾ ബബിൾസിൻ്റെ എന്താ വെച്ചാൽ അതിലെ കളേഴ്സ് അല്ലേ, നമുക്കറിയാം. ആ കളേഴ്സ് അത് മൂവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കളേഴ്സ് മാറി മാറി കാണാൻ പറ്റും. അതായത് ഇതിലെല്ലാം നമ്മളെ നോക്കുന്ന ആംഗിൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കളർ മാറുന്നതായിട്ട് കാണാം. കളർ ഒരു കോൺസ്റ്റൻറ്റ് കളറല്ല, ജസ്റ്റ് ഓരോ ഡയറക്ഷനിലും ആ കളറിൻ്റെ കോമ്പിനേഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നൊക്കെയാണ് നമ്മളിപ്പം ഇനി ഇൻ്റർഫെറൻസിൻ്റെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ കളേഴ്സ് കാണുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ആംഗിൾ അനുസരിച്ച്, നമ്മൾ നോക്കുന്ന ആംഗിൾ അനുസരിച്ചിട്ട് കളർ ഡിഫറെൻ്റ് ആവുന്നത്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഇൻ്റർഫെറൻസ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ലൈറ്റിൻ്റെ വേവ് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇൻ്റർഫെറൻസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം ലൈറ്റിൻ്റെ വേവ് പ്രോപ്പർട്ടി ആദ്യം പറഞ്ഞത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് എന്ന ആളാണ്. അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യൻ ആൻഡ് ഫിസിസിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ആദ്യം ഇത് സജസ്റ്റ് ചെയ്തത്, ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ടാവുന്നത്. അതിനു മുമ്പേ ലൈറ്റിന് ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് പാർട്ടിക്കിൾ. നിങ്ങൾക്കറിയാം കോർപ്പസ്കുലർ തിയറി എന്ന് പറയും. കോർപ്പസ്കുലർ തിയറി ആയിരുന്നു അതിനു മുമ്പേ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാർട്ടിക്കിൾസ് ആണ്. അപ്പം പാർട്ടിക്കിൾസ് റിഫ്ലക്ഷനും റിഫ്രാക്ഷനൊക്കെ ഈ കോർപ്പസ്കുലർ തിയറി വെച്ചിട്ട് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ 1680 ഇദ്ദേഹം പറഞ്ഞത് ലൈറ്റ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ആയിരിക്കില്ല, ഇതിന് വേവ് നേച്ചർ ഉണ്ടാവുന്നത്. ആ സമയത്ത് ഈ ലൈറ്റിൻ്റെ സ്പീഡിനെ പറ്റിയോ ലൈറ്റ് എന്താണെന്ന് പോലും യാതൊരു ഐഡിയ ഇല്ലാത്തൊരു കാലമായിരുന്നു. ലൈറ്റിന് ട്രാൻസ്വേഴ്സ് ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ഉണ്ടാവുന്നു, ലൈറ്റ് ട്രാൻസ്വേഴ്സ് വേവ് ആണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഈ തിയറി അന്ന് പറഞ്ഞെങ്കിലും ഈവൻ ഈ വേവ് തിയറിയാണ്, വേവ് നേച്ചറാണ് ലൈറ്റിനുണ്ടെന്ന് പറഞ്ഞെങ്കിലും 1680 പറഞ്ഞൊരു കാര്യം അത് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തത് 1801 1801 നിങ്ങൾക്കറിയാം യങ് ആണ് ശരിക്ക് ഇതിൻ്റെ ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ടെന്നുള്ളത് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു കാര്യം. അപ്പം നമ്മളിതിലേക്ക് പോകുമ്പം നമുക്ക് ആദ്യം തന്നെ ഈ വേവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യത്തെ കോർപ്പസ്കുലർ തിയറി ആയിരുന്നു. അത് കഴിഞ്ഞ് വേവ് തിയറി വന്നു, പിന്നെ വേവ് തിയറി പ്രൂവ് ചെയ്തു. അതിനുശേഷം ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി വന്നു. ലൈറ്റ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പ്രൂവ് ചെയ്തു. നമുക്ക് മാക്സ്വെൽസ് ഇക്വേഷൻസ് എല്ലാം അറിയാം. അതിനുശേഷം ഡ്യുവൽ നേച്ചർ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഐൻസ്റ്റീൻ വന്നു. ഇതൊക്കെയാണ് ലൈറ്റിൻ്റെ ഒരു ഹിസ്റ്ററി പറയുമ്പോൾ ഉള്ളത്. ലൈറ്റിനെ പല സമയത്തുള്ള സ്റ്റഡീസിൽ മനസ്സിലാക്കിയത്.
അപ്പം നമുക്കിപ്പം നമ്മൾ ഇതെല്ലാം അറിയുന്നതാണ്. അപ്പോൾ നമ്മളിതിനെ ഒരു ലൈറ്റിന് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഇലക്ട്രോമാഗ്നറ്റിക് വേവായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അത് ഹാർമോണിക്കാണ് നേച്ചർ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് എങ്ങനെയാണ് വേവ് ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ലൈറ്റ്, ഇത് നമ്മൾ പറയുന്നത് നമ്മൾക്കിപ്പോൾ ഉള്ള അറിവിനെ വെച്ചിട്ടാണ് ഇത് പറയുന്നത്, ആ കാലത്ത് ഉള്ളതല്ല. അപ്പം ഇതിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം ദർ വിൽ ബി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ബോത്ത് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ and the direction of propagation of light will be perpendicular to the vibrations of both these fields. ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും വൈബ്രേഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വേവിൻ്റെ പ്രൊപ്പഗേഷൻ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. യു ഹാവ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് അലോങ് ദി സെഡ് ആക്സിസ്. ഓക്കെ, and your electric field vectors are vibrating in the y direction, plus or minus y, ഇത് plus y, ഇത് minus y, and your magnetic field is in the x direction. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് x direction. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ അല്ലെങ്കിൽ നമ്മളെപ്പോഴത്തെ ലൈറ്റ് വേവിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിനെ നമ്മൾ ഒരു ഇക്വേഷനായിട്ട് എഴുതുക ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് എ ഹാർമോണിക് വേവ് ആണ്. ഹാർമോണിക് എന്ന് പറഞ്ഞാലൊക്കെ നിങ്ങൾക്ക് പറയാം. ഹാർമോണിക് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാർമോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് വിച്ച് ഇസ് റിപ്പീറ്റിംഗ് പീരിയോഡിക്കലി ആൻഡ് വിച്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ ഫങ്ഷൻ ഓഫ് സൈൻ ഓർ കൊസൈൻ. അതിനെയാണ് ഹാർമോണിക് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർമോണിക് വേവ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൈൻ ഫങ്ഷനായിട്ട് എഴുതാം. അപ്പോൾ ഇതിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷനായിട്ടാണ് എപ്പോഴും നമ്മൾ ഒരു ലൈറ്റ് വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, എന്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ വേരി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിനെ എടുക്കുന്നില്ല? ബി അല്ലെങ്കിൽ H is equal to H0 sin k z minus omega t എന്നൊക്കെ പറഞ്ഞുകൂടെ എന്ന് പറയും. അപ്പോൾ അത് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ ഈ ഇലക്ട്രിക് ഫീൽഡ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പോണൻറ്റ് ഈസ് എന്താണ്, വളരെ ഹൈ മാഗ്നിറ്റ്യൂഡ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണൻറ്റിനെക്കാട്ടിലും വളരെ കൂടുതലാണ്. നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ E = B × C ആണ്. C എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻറ്റ് വിൽ ബി C times that of the magnetic field. C എന്ന് പറയുന്നത് ഒരു വലിയ നമ്പറാണ്. 3 × 10⁸ m/s ആണ് 3 എന്ന് പറയുന്നത്, C എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത്രയും ഡിഫറൻസ് ഉണ്ട് രണ്ടും തമ്മിൽ. അതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻ നമ്മളെപ്പോഴും ഒരു ലൈറ്റിൻ വേവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് നമുക്ക് ഈ ഇക്വേഷൻ നോക്കാം. ഈ ഇക്വേഷൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. This is the amplitude, maximum amplitude of the electric field, that is E0, and sign represents, since the sign represents the wave is a harmonic wave, and ഈ kz minus omega t, k എന്ന് പറഞ്ഞാൽ propagation constant ആണ്, k is 2π/λ. അപ്പം വേവിൻ്റെ വേവ് ലെങ്ത് അതിലുണ്ട്. z represent it is propagating along the z direction. പിന്നെ ഒമേഗ ടി എന്ന് പറയുന്നതിൻ്റെ ഫേസ് ആണ്. ഒമേഗ എന്ന് 2π/t ആണ്. പിന്നെ പീരീഡ് അതിൽ ഈ ഒമേഗയിലുണ്ട്. ആൻഡ് ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓരോ പോയിൻറ്റിൻ്റെ വാല്യൂ അറിയാൻ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. E0 ടൈംസ് ദാറ്റ് വാല്യൂ വരും, സൈൻ ഓഫ് ദാറ്റ് വാല്യൂ. അപ്പം മാക്സിമം സൈനിൻ്റെ മാക്സിമം എന്ന് ഈ വാല്യൂ π/2 ആകുമ്പം sin π/2 is 1. ആ സമയത്ത് യു വിൽ ഗെറ്റ് E = E0, ദാറ്റ് ഈസ് ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഈ ആംഗിളിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് E0/2 എത്രയാണെന്നുള്ളത് ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് കിട്ടും. ഇതിപ്പോൾ 0 ആകുന്ന സമയത്ത് sin 0 ആകുമ്പോൾ യു വിൽ ഗെറ്റ് E = 0. അങ്ങനെയുള്ള വേരിയേഷനാണ് ഈ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നോക്കാം, ദിസ് ഈസ് എ മോണോക്രോമാറ്റിക് വേവ്. ദ വേവ് ഹാസ് എ സിംഗിൾ ഡെഫിനിറ്റ് ഫ്രീക്വൻസി. സിംഗിൾ ഡെഫിനിറ്റ് ഫ്രീക്വൻസി ഉള്ള വേവിനെയാണ് നമ്മൾ മോണോക്രോമാറ്റിക് എന്ന് പറയുക. ഈ ടേംസ് ഒക്കെ നന്നായിട്ട് ഓർത്തിരിക്കുക, ബിക്കോസ് വി വിൽ ബി യൂസിങ് ദീസ് ടേംസ് ത്രൂ ഔട്ട് ദിസ് കോഴ്സ്. അപ്പോൾ മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ ക്രോമാറ്റിക് സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ക്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ലൈറ്റിൻ്റെ കളറാണ്, കളർ തന്നെയാണ്. അപ്പോൾ കളർ എന്ന് പറഞ്ഞാൽ കളർ ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു ലൈറ്റ് വേവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫ്രീക്വൻസിയാണ്.
ഇപ്പം മോണോക്രോമാറ്റിക്, മോണോ എന്ന് പറഞ്ഞാൽ വൺ, മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ വൺ കളർ മീൻസ് വൺ ഫ്രീക്വൻസി, ദാറ്റ് മീൻസ് ഡെഫിനറ്റ് ഫ്രീക്വൻസി. അപ്പോൾ ഒരൊറ്റ ഫ്രീക്വൻസി, സിംഗിൾ ഫ്രീക്വൻസി ഉള്ള വേവിനെയാണ് നമ്മൾ മോണോക്രോമാറ്റിക് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ മോണോക്രോമാറ്റിക് വേവ് എന്ന് പറയുന്നത് ഒരു ഒറ്റ ഫ്രീക്വൻസി ഉള്ള വേവിനെയാണ്. പിന്നെ ഹാർമോണിക് വേവ് നമ്മൾ പറഞ്ഞു, ആൻഡ് ആംപ്ലിറ്റ്യൂഡ് E0 ആണെന്ന് പറഞ്ഞു. പിന്നെ പ്ലെയിൻ പോളറൈസ്ഡ്, നമ്മൾ പോളറൈസേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പ്ലെയിൻ പോളറൈസ് എന്നാൽ ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ, ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ വൈബ്രേഷൻസ് ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു എ സിംഗിൾ പ്ലെയിൻ. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് പ്ലെയിൻ പോളറൈസ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സിൻ്റെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ വൈബ്രേഷൻസ്. ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന് എങ്ങനെ വേണേൽ വൈബ്രേറ്റ് ചെയ്യാം, നമ്മളെ കണ്ടീഷൻ എത്രയേ ഉള്ളൂ, ഇലക്ട്രിക് ഫീൽഡും വെക്ടർ ഈ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ സെഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏത് പ്ലെയിനിലും ഇതിന് വൈബ്രേറ്റ് ചെയ്യാം. പിന്നെ എന്താണ്, അത് മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കണ്ടീഷനേ ഉള്ളൂ. അപ്പോൾ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഇതിന് വൈബ്രേറ്റ് ചെയ്യാം. പ്ലെയിൻ പോളറൈസ്ഡ് ആകുമ്പം ഈ വൈബ്രേഷൻസ് വിൽ ബി റെസ്ട്രിക്റ്റഡ് ടു എ സിംഗിൾ പ്ലെയിൻ. അപ്പോൾ അതാണ് പ്ലെയിൻ പോളറൈസ് എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വേവാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ഓർത്തിരിക്കണം. ഇതാണൊരു വേവ്, ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെയാണ് ശരിക്കും ഒരു വേവ്. ഒരു 0 മുതൽ ഒരു 0 തുടങ്ങുന്നു, ഒരു ക്രസ്റ്റ്, ഒരു ട്രഫ്, എന്നിട്ട് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വേവ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡാണ് E0. ഇനി ഇതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് മുതൽ ഇവിടെ തുടങ്ങി ഇങ്ങനെ തുടങ്ങി ഇതൊരു പകുതി കഴിഞ്ഞു, ഇവിടെ വരെയുള്ള ലെങ്ത്താണ് ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത്, ഒരു സിംഗിൾ വേവിൻ്റെ ലെങ്ത്ത്. അപ്പം നമുക്ക് 2 വേവ് കൺസിക്യൂട്ടീവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇവിടേക്ക് വരെ മെഷർ ചെയ്യാനുള്ളതിനെക്കാളും സുഖം ഈ 2 ക്രസ്റ്റ് തമ്മിൽ മെഷർ ചെയ്യുന്നതാണ്. സോ 2 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ക്രസ്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വിൽ ബി ദ വേവ് ലെങ്ത് ഓഫ് ദാറ്റ് വേവ്. അല്ലെങ്കിൽ 2 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ട്രഫ് തമ്മിലുള്ള വേവ് ലെങ്ത്തും തമ്മിലുള്ള ഡിസ്റ്റൻസും അതിൻ്റെ വേവ് ലെങ്ത് ആയിട്ട് എടുക്കാം. ഒരു വേവ് ലെങ്ത് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേവ് എടുക്കുന്ന സമയമാണ് അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. പീരീഡ് ഓഫ് ദ വേവ് ഇസ് ദ ടൈം ടേക്കൺ ഫോർ ദാറ്റ് വേവ് ടു ട്രാവൽ വൺ വേവ് ലെങ്ത് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഒരു വേവിനെ പറ്റി പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് വേവ് ഫീച്ചേഴ്സ് ജസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ. ലൈറ്റ് വേവ്സ്, പിന്നെ ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യമാണ്. മോണോക്രോമാറ്റിക്, ഹാർമോണിക് ആണ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, പ്ലെയിൻ പോളറൈസ്ഡ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഫെർമാസ് പ്രിൻസിപ്പിളൊക്കെ പറഞ്ഞു. വെൻ എ ലൈറ്റ് വേവ് ട്രാവൽസ് സ്ലോവർ ഇൻ എൻ ഒപ്റ്റിക്കൽ മീഡിയം ദാൻ ഇൻ എയർ ഓർ വാക്വം, അല്ലേ? ഒരു ലൈറ്റ് വേവ് ഒരു മീഡിയത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി കുറയും. അപ്പോൾ വെലോസിറ്റി ഇസ് മാക്സിമം വെലോസിറ്റി ഓഫ് ലൈറ്റ്, ദാറ്റ് ഇസ് c. അപ്പം അതിനെക്കാട്ടും കുറവായിരിക്കും വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അപ്പം വാക്വത്തിലും വെലോസിറ്റി, എയറിലെ വെലോസിറ്റിയും നമ്മൾ ഈക്വൽ ആയിട്ടാണ് എടുക്കുന്നത്, ദാറ്റ് ഇസ് c. ഇറ്റ് ട്രാവൽസ് വിത്ത് എ വെലോസിറ്റി v വിച്ച് ഇസ് ലെസ് ദാൻ c. ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഡിക്രീസസ് ഇൻ ദി മീഡിയം. അതുപോലെ വേവ് ലെങ്ത്തും ഡിക്രീസ് ചെയ്യും മീഡിയത്തിൽ. ഓക്കെ, അപ്പോൾ വെലോസിറ്റി v ഡിക്രീസസ് ഇൻ ദ മീഡിയം. അപ്പം ഒരു മീഡിയത്തിൽ നമ്മൾ ലൈറ്റ് വേവ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിൽ ശരിക്കും കോൺസ്റ്റൻ്റ് നിൽക്കുന്നതിൻ്റെ ഫ്രീക്വൻസി മാത്രമാണ്. ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയി നിൽക്കും. അപ്പോൾ വെലോസിറ്റി v കുറയുന്ന സമയത്ത് നമുക്കറിയാം v ഈക്വൽ ടു മ്യൂ ലാംഡയാണ്. മ്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പം എന്താണ് വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ വേവ് ലെങ്ത്തും ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഫ്രീക്വൻസി ആയിരിക്കും, ഫ്രീക്വൻസി വിൽ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വിൽ സി ഫേസ് ഡിഫറൻസ് ആൻഡ് കൊഹറൻസ്. ഫേസ് ഡിഫറൻസ് ആൻഡ് കൊഹറൻസ് ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. ഞാൻ എല്ലാ ടേംസും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ശരിക്കും. അപ്പോൾ
ഫേസ് ഡിഫറൻസും കൊഹിറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേവ്, നമുക്കിപ്പോൾ 2 വേവ്സ് ഉണ്ട്, 2 വേവ്സ് ഉണ്ട്. അപ്പം ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ വേവ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഇത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇവിടെ ഇപ്പോൾ 2 വേവ്സ് ഉണ്ട്. ഇപ്പോൾ ആദ്യം ഈ വേവ് ശ്രദ്ധിക്കാം. ഈ വേവ് ഇതാ ഇവിടെ ഞാനിവിടെ ഇത് വരച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫേസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫേസ് വരച്ചിട്ടുണ്ട്. ഇത് വേവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റാണ്. ഇവിടെ ഇതിൻ്റെ വാല്യൂ 0 ആണ്. ഇതിൻ്റെ ഫേസ് നമ്മൾ 0 ആയിട്ട് എടുക്കാം. ഈ പോയിന്റ് എന്ന് പറയുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡുള്ള പോയിൻ്റാണ്. ദിസ് ഈസ് π/2. പിന്നെ ഇത് പൈ ആവും, ഇത് 3π/2 2π. ഇതാണ് ഒരു ഫുൾ വേവ് എന്ന് പറയുന്നത്, കംപ്ലീറ്റ് വേവ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത്തും ഉണ്ട്. ഇവിടെ 0, ഇത് എത്രയാണ്? ഇതാണ് ഒരു ഫുൾ വേവ് ലെങ്ത്ത് ലാംഡ. അപ്പോൾ ലാംഡേൻ്റെ 4/1 ഭാഗമാണ് ഇവിടെ അല്ലേ. ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇത്രയും എന്ന് പറയുന്നത് 4/1 സോ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ λ/4 ആണ്. ഇത് പകുതിയായി, ഒരു ഫുൾ വേവ് ലെങ്ത്തിൻ്റെ പകുതിയായി. സോ ദാറ്റ് ഈസ് λ/2. ഇത് എന്താ വരിക? 3λ/2. ദിസ് ഈസ് ലാംഡ. ഓക്കെ. അപ്പോൾ ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് എന്ന് പറഞ്ഞാൽ 0, π/2, π, 3π/2 2π. അപ്പം ഇങ്ങനെയാണ് ഒരു വേവിൻ്റെ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ വേവ് എടുത്താലും ഇതേ ഫേസ് തന്നെയാണ്, 0, π/2, π, 3π/2 2π അല്ലേ. ഇവിടെ ഇതേപോലെ തന്നെയാണ് വേവ് തുടങ്ങുന്നതും അവസാനിക്കുന്നത്. ഇനി നമ്മൾ ഫേസ് ഡിഫറൻസ് നോക്കുകയാണ്, 2 വേവ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്തായത്? ഇവിടെ 0, ഇത് 0. അപ്പോൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 0 ആയിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ π/2, ഇവിടെ π/2. എത്രയാണ് ഫേസ് ഡിഫറൻസ്? π/2 - π/2, ദാറ്റ് ഈസ് അഗെയിൻ 0. ഈ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ പൈ, ഇതും പൈ, ഇതിലും 0. 3π/2, ഇവിടെയും 3π/2. അവിടെ എന്താണ്? ഫേസ് ഡിഫറൻസ് 0 ആണ്. ഇവിടെ 2π, ഇതും 2π, ദാറ്റ് ഈസ് ദ ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ് ഈസ് 0. ഓക്കെ. അപ്പോൾ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഓരോന്നിൻ്റെയും ഫേസ് എവിടെയാണ് നോക്കുക, ആ ഫേസ് തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ഫേസ് ഡിഫറൻസ് എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ ഈ കേസിൽ നമുക്ക് കാണാൻ കഴിയും, എവ്രി പോയിന്റ്, ഈച്ച് ആൻഡ് എവ്രി പോയിന്റ് ഇൻ ദ വേവ്, ഈ വേവിൽ എവിടെ വേണമെങ്കിൽ നമ്മൾ എടുത്താലും ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. ഇത് ഓരോ പോയിന്റിലും ഫേസ് ഡിഫറൻസ് 0 ആണ്. ഇവിടെ എടുത്താലും എവിടെ പോയിന്റിൽ എടുത്തു കഴിഞ്ഞാലും. അപ്പോൾ ഫേസ് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയാം. ഓക്കെ. ഇനി അതേപോലെ നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പാത്ത്, ഇതിന് നമ്മൾ പറഞ്ഞു ഇവിടെ ലാംഡയ്ക്ക്, ഇതിന് π/2 ഫേസിന് പകരം നിങ്ങൾക്ക് പാത്ത് അല്ലെങ്കിൽ ലാംഡ വാല്യൂ പറയാം. ഇവിടെ 0 ആണ്, λ/4 ആണ്, ലാംഡയാണ്, 3λ/2 ആണ്, ഇത് λ/2, ഇത് ലാംഡയാണെന്ന് പറഞ്ഞു അല്ലേ. ഇത് 0, ഇത് λ/4, λ/2, 3λ/2, ദിസ് ഇസ് ലാംഡ. അപ്പോൾ ഇവിടെ അതുപോലെ ഇത് തമ്മിലുള്ള ഈ പാത്ത് ഡിഫറൻസ് ആയിട്ട് പറയാം. ഇതാണ് പാത്ത് എന്ന് പറയുന്നത് ലാംഡേൻ്റെ ടേംസിലാണ് പറയാം. അപ്പോൾ ഇവിടെ 0, ഇവിടെയും 0, അപ്പോൾ ഇത് പാത്ത് ഡിഫറൻസ് 0 പറയാം. ഇവിടെ λ/4, ഇവിടെ λ/4, സോ പാത്ത് ഡിഫറൻസ് ഇസ് 0. അപ്പോൾ പാത്ത് ഡിഫറൻസും 0 ആണെന്ന് പറയും. ഓക്കെ. അപ്പോൾ ഈ കേസിൽ നമുക്ക് പറയാം ദ പാത്ത് ഡിഫറൻസ് അല്ലെങ്കിൽ ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി 2 വേവ്സ് ഇസ് 0, ഓർ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് മെയിൻറ്റെയിൻസ് എ കോൺസ്റ്റൻറ്റ് phase difference. The phase difference the 2 waves is 0, or you can say it maintains a constant phase difference. എല്ലാ പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഒരേ ഫേസ് ഡിഫറൻസ് ആണ്. അപ്പോൾ ഇതാണ് ഒരു കേസിൽ. ഇനി വേറൊരു കേസ് നോക്കാം. ഇവിടെ നോക്കുക, ഇത് 0 ആണ്, ഇത് വേവ് സ്റ്റാർട്ട് ചെയ്യാണ് 0, ഇവിടെ π/2, ഇത് പൈ, 3π/2 2π, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. രണ്ടാമത്തെ വേവ് പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്ന താഴേക്കാണ്. സോ ഇവിടെ ഇതിങ്ങനെ തുടങ്ങി, ഇത് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇത് നേരത്തെ തുടങ്ങിയതുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ അത് പൈ ആയിപ്പോയി. അപ്പോൾ ഇവിടുത്തെ ഫേസ് ഇവിടെ പൈ ആണ്, താഴേക്കാണ് പോകുന്നത്, പൈ ആണ്. പിന്നെ ഇവിടെ 3π/2 2π കഴിഞ്ഞാൽ 5π/2 3π, അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ഡിഫറൻസ് നോക്കാം. ഇവിടെ 0 ആണ്, ഇത് പൈ ആണ്. അപ്പോൾ π - 0 ഇസ് പൈ. ഇവിടെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് പൈ ആണ് അല്ലേ. π - 0 ഇസ് പൈ.
ഇനി ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് 3π/2 മൈനസ് π/2 ദാറ്റ് ഈസ് 2π/2 വരും. 2π/2 എന്ന് പറയുന്നത് പൈ തന്നെ. ഇനി ഈ പോയിന്റിൽ എടുത്തു കഴിഞ്ഞാൽ 2π മൈനസ് പൈ ദാറ്റ് ഈസ് എഗെയിൻ പൈ ഈക്വൽ ടു പൈ. ഇത് 5π/2 മൈനസ് 3π/2 അത്ര വരിക 2π/2 ദാറ്റ് ഈസ് പൈ. ഇവിടെ 3π മൈനസ് 2π ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ. ഓക്കെ, അപ്പോൾ ഇവിടെയും നോക്കൂ, ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എല്ലാ പോയിന്റിലും ഒരേ ഫേസ് ഡിഫറൻസ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഫേസ് ഡിഫറൻസ് ഈസ് നോട്ട് സീറോ, ദിസ് ഈസ് ഈക്വൽ ടു പൈ അല്ലേ. പൈ ആണ് ഫേസ് ഡിഫറൻസ്. ഓക്കെ, അതേപോലെ നമ്മൾ ഇവിടുത്തെ പാത്ത് ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാലോ, ഇത് 0, ഇവിടെ 0, ഇവിടെ ഇത് ലാംഡയിലാണ് അല്ലേ. ലാംഡ ഇത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ലാംഡയാണ്. ഇത് 0, λ/4 സോറി λ/2, ലാംഡയല്ല λ/2, ഇത് 3λ/2, ഇത് ലാംഡ. ഒരു ഫുൾ വേവ് ലെങ്ത് ആണ് ലാംഡ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് λ/2. λ/2 മൈനസ് 0 എന്ന് പറയുന്നത് λ/2 വരും. ഇത് ഓരോ പോയിന്റിൽ നിങ്ങൾ നോക്കുക, യു വിൽ സീ ദാറ്റ് ദ പാത്ത് ഡിഫറൻസ് ഈസ് λ/2. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഇത് ഈ രണ്ടെണ്ണം സെയിം ഫേസിലല്ല, ഇത് രണ്ടും സെയിം ഫേസ് അല്ല അല്ലേ. ഇവിടെ 0 ആണ്, ഇവിടെ പൈ ആണ്. ഇത് π/2 ആകുമ്പോൾ ഇവിടെ 3π/2 ആണ്. ഇത് ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയാം, ടോട്ടലി ഔട്ട് ഓഫ് ഫേസ്. 0 ഇതിൻ്റെ മാക്സിമം വരുന്ന സമയത്ത് ഇതിൻ്റെ മിനിമം വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ടോട്ടലി ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയാം. ഔട്ട് ഓഫ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ ഫേസ് ഡിഫറൻസ് ഓഫ് പൈ. ഒരു പൈ ഫേസ് ഡിഫറൻസിന് ഉള്ളപ്പോഴാണ് നമ്മൾ ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയുന്നത്. അതായത് ഔട്ട് ഓഫ് ഫേസ് ആവുന്ന സമയത്ത് ഒന്നിൻ്റെ മാക്സിമം വരുന്ന സമയത്ത് മറ്റതിൻ്റെ മിനിമം ആയിരിക്കും വരും. കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഫേസ് ഓർ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് എന്നൊക്കെ പറയാം. നിങ്ങൾ ഇലക്ട്രോണിക്സിൽ ഇത് പഠിക്കും. ഇലക്ട്രോണിക്സിൽ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടായിട്ട് നിങ്ങൾ പഠിക്കും. 180 ഔട്ട് ഓഫ് ഫേസ് ആണല്ലോ. 180 അവിടെയും ഫേസിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ ഇലക്ട്രോണിക്സിലെ ഔട്ട്പുട്ട്സൊക്കെ നോക്കുന്ന സമയത്ത്. ഇപ്പോൾ 180 ഔട്ട് ഓഫ് ഫേസ് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഈ വേവ് തമ്മിലുള്ള അവിടെ എന്താണ് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ളതാണ് എടുക്കുക. ഇതിപ്പോൾ നമ്മൾ രണ്ട് വേവ്, ഇതിൽ ഒന്ന് ഇൻപുട്ട് വേവ് ഒന്ന് ഔട്ട്പുട്ട് വേവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇതിൽ 0യും ഇത് പൈയും ആണ്. ദാറ്റ് മീൻസ് പൈ ഫേസ് ഡിഫറൻസ് ഉണ്ട്. or you can say that the two waves are out of phase or it has a phase difference of 180 degree. Okay, അപ്പോൾ ഇതേപോലെ പാത്ത് ഡിഫറൻസ് പറയുന്നത് എന്തായിരിക്കും, ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് λ/2 ആണ്. സോ ദ പാത്ത് ഡിഫറൻസ് വിൽ ബി λ/2. ഓക്കെ, അപ്പോൾ ഇതൊരു വേറെ കേസ്. ഇവിടെയും നമുക്ക് കാണാൻ പറ്റും ദി ടു വേവ്സ് മെയിൻറ്റെയിൻസ് എ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് അല്ലേ. ഇവിടെയും പൈ ആണ്, ഇവിടെയും പൈ ആണ്. ഇതിനെ ഓരോ പോയിന്റിൽ നമുക്ക് ഇവിടെ ഫേസ് അറിയില്ല കൃത്യമായിട്ട്. ആ പോയിന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും അത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് പറയുന്നത് സെയിം ആയിരിക്കും, കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ്. ഇറ്റ് മെയിൻറ്റെയിൻസ് എ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ്. ഇനി അടുത്ത് വേറൊരു കേസ് നോക്കാം. ഇവിടെ നോക്കാം, ഇവിടെ ഇത് 0 ആണ്. ഇവിടെ ഇത് കുറച്ച് കാര്യം കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ താഴോട്ട് വരയ്ക്കാം. ഞാൻ താഴോട്ട് വേണമെങ്കിൽ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 0 ആവുന്ന സമയത്ത് ഇവിടെ π/2 ആണ്. ഇത് 0 ആകുമ്പോൾ ഇത് π/2. സോ ഇത് ഫേസ് ഡിഫറൻസ് പറയുന്നത് എത്രയാണ്, ഫേസ് ഡിഫറൻസ് π/2 ആണ് ഇവിടെ. അതുപോലെ ഇവിടെ ഇത് പൈ, ഇത് π/2. അപ്പോൾ എത്രയാണ്, ഫേസ് ഡിഫറൻസ് ഈസ് അഗെയിൻ π/2. ഇവിടെ പൈ, ഇത് 3π/2. ഞാനത് മാർക്ക് ചെയ്തിട്ടില്ല. ഒരു സ്ഥലത്ത് പൈ, 3π/2. അപ്പോഴും ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് π/2. ഇവിടെ 3π/2, 2π, ഇത് 3π/2. ദാറ്റ് ഈസ് എന്താ വരിക, π/2 വരും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ദീസ് ടു വേസ് ഇറ്റ് മെയിൻറ്റെയിൻസ് എ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ്. ഓരോ പോയിന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് മെയിൻറ്റെയിൻസ് എ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ഓഫ് π/2. അപ്പോൾ ഇതാണ് നമ്മൾ ഫേസ് ഡിഫറൻസ് എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൽ ഈ നമ്മൾ ആദ്യം കണ്ട കേസുകൾ ഇത് ഫസ്റ്റ് കേസിൽ എന്താണ്, ഇത് രണ്ട് സെയിം ഫേസിലായിരുന്നു അല്ലേ, ഒരേ ഫേസിലാണ്. പക്ഷേ ഇവിടെയൊക്കെ എന്താണ്, ഇറ്റ് മെയിൻറ്റെയിൻസ് കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ്. ഒരേ ഫേസിലല്ല, പക്ഷേ ഒരു കൃത്യമായിട്ടുള്ള വാല്യൂ എന്താണ്, ഫേസ് ഡിഫറൻസ് ആയിട്ട് അത് ത്രൂ ഔട്ട് ദ വേവ് ഉണ്ട്.
അപ്പോൾ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കൊഹിറൻറ്റ് എന്ന് പറയും. നമുക്ക് നോക്കാം. അത് ഇവിടെ 2 waves ഓഫ് സെയിം ഫ്രീക്വൻസി, ഒരേ ഫ്രീക്വൻസിയിലെ 2 വേവ്സ്, അല്ലെങ്കിൽ നമുക്ക് മോണോക്രോമാറ്റിക് വേവ്സ് പറയാം. ദേ മേ ഡിഫർ ഇൻ ആംപ്ലിറ്റ്യൂഡ്സ് ബട്ട് ദേ മെയിൻറ്റെയിൻ എ പ്രെഡിക്റ്റബിൾ ഫേസ് റിലേഷൻഷിപ്പ്. പ്രെഡിക്റ്റബിൾ ഫേസ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഒരു കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര ദൂരം കഴിഞ്ഞാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ എവിടെയാണ് എന്താ ഫേസ് എന്നുള്ളത്. പ്രെഡിക്റ്റബിൾ ഫേസ് ഡിഫറൻസ്. ദ ഫേസ് ഡിഫറൻസ് വേരി ഫ്രം 0 to 2π റേഡിയൻസ്. ദ ഫേസ് വേരീസ് ഫ്രം 0 to 2π റേഡിയൻസ്. ഫേസ് എന്ന് പറയുന്നത് ഒരു വേവിൻ്റെ ഇതാണ്, 0 to 2π വരെ വരും. ബട്ട് ഫേസ് ഡിഫറൻസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതാണ് നമ്മളിവിടെ കണ്ടത്. ദ ഫേസ് വേരീസ് ഫ്രം 0 to 2π റേഡിയൻസ്. ബട്ട് ദ ഫേസ് നമുക്ക് 0 മുതൽ 2π വരെ മാറുന്നുണ്ട്. അത് ഒരേ ഫേസിലല്ലായിരുന്നു, പക്ഷേ ഇറ്റ് മെയിൻറ്റെയിൻസ് എ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ദസ് 2 or more waves of same frequency can maintain the same phase or constant phase difference over a distance and time. ഇപ്പോൾ രണ്ടോ അധികമോ വേവ്സിന് ഓഫ് സെയിം ഫ്രീക്വൻസി, 2 or more monochromatic waves which can maintain same phase, ഒന്നെങ്കിൽ ഒരേ ഫേസ് ആവാം അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് over a distance and time. Such waves are said to be coherent waves. അപ്പോൾ കൊഹറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഈ വേവ്സ് എല്ലാം കൊഹറൻറ്റ് വേവ്സ് ആണ്. ദേ ആർ ഓഫ് സെയിം ഫ്രീക്വൻസി. ഫ്രീക്വൻസി സെയിം ആയിരിക്കണം. എന്താണ് ഇറ്റ് ക്യാൻ ബി ഓഫ് സെയിം ഫേസിലാണ്. സെയിം ഫേസ് എന്നാൽ ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും വേറെ ഉണ്ട്. സെയിം ഫേസ് എന്നാൽ ഒരേപോലെ വരണമെന്നേ ഉള്ളൂ. സെയിം ഫേസ് ഓർ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ്. ഇവിടെ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ആണ്, ഇവിടെയും കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ആണ്. സെയിം ഫേസ് ഓർ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ആർ സെറ്റ് ടു ബി കൊഹറൻറ്റ് വേവ്സ്. അപ്പോൾ കൊഹറൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അതിൽ മോണോക്രോമാറ്റിക് വേവ്സ് ആയിരിക്കണം, ഫ്രീക്വൻസി സെയിം ആയിരിക്കണം, ആംപ്ലിറ്റ്യൂഡ് ഡിഫറെൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ആവാം, അതൊന്നും കുഴപ്പമില്ല. സെയിം ഫ്രീക്വൻസി ആയിരിക്കണം, ആൻഡ് it should be of the same phase or should have a constant phase difference. Okay, ഫ്രീക്വൻസി സെയിം ആയാൽ മാത്രമേ ഉള്ളൂ ഈ ഫേസ് ഡിഫറൻസിൻ്റെ പരിപാടി നടക്കുകയുള്ളൂ. ഒന്നിൻ്റെ വലിയ ഫ്രീക്വൻസി, ഒന്നിന് വളരെ ചെറിയ ഫ്രീക്വൻസി ആണെങ്കിൽ നമുക്ക് ഫേസിൻ്റെ കാര്യം ആലോചിക്കാനും പോലും പറ്റില്ല. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഒന്നിന് വലിയ വേവ്, അതായത് ഫ്രീക്വൻസി വളരെ കുറവ്, ഒന്ന് ഭയങ്കര ഫ്രീക്വൻസി ഉള്ള വേവ്, ഫ്രീക്വൻസി ഭയങ്കര കൂടുതലുള്ള വേവ്. അപ്പോൾ നമുക്ക് ഫേസ് എങ്ങനെയാണെന്ന് പോലും നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ നമുക്ക് പറയണം ഇറ്റ് ഷുഡ് ബി ഓഫ് മോണോക്രോമാറ്റിക്, അല്ലെങ്കിൽ സെയിം ഫ്രീക്വൻസി ഉള്ളതായിരിക്കണം. ഓക്കെ. അപ്പോൾ ഐ ഹോപ്പ് ഇറ്റ് ഈസ് വെരി ക്ലിയർ ഫോർ യു വാട്ട് ഇസ് ദ ടേം ഫേസ് ഡിഫറൻസ് ആൻഡ് കൊഹറൻസ്. ഓക്കെ. അപ്പോൾ ഇനി ഇത് നമ്മൾ നേരത്തെ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇത് ജസ്റ്റ് ഇത് വെച്ചിട്ടൊന്നുകൂടെ നമുക്ക് നോക്കാം. റീച്ചിങ് ദ ക്രസ്റ്റ് ഓർ ട്രഫ് അറ്റ് ദ സെയിം ടൈം ദ ഫേസ് ഡിഫറൻസ് വിൽ ബി 0 or 2π. ദ പാത്ത് ഡിഫറൻസ് വിൽ ബി 0 or nπ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാം. റീച്ചിങ് ദ ക്രസ്റ്റ് ഓർ ട്രഫ് അറ്റ് ദ സെയിം ടൈം. അതായത് കണ്ടോ, ക്രസ്റ്റും ട്രഫ് ഒരേ സമയത്ത്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഫേസ് ഡിഫറൻസ് 0 അല്ലെങ്കിൽ ഇതിന് 2π എന്നും പറയും. അതാണ് പറഞ്ഞത്. പാത്ത് ഡിഫറൻസ് പറഞ്ഞു നമ്മൾ 0 അല്ലെങ്കിൽ nπ എന്നും പറയും. പിന്നെ ഓപ്പോസിറ്റ് ഫേസ് ഓർ ഔട്ട് ഓഫ് ഫേസ് വെൻ വൺ വേവ് റീച്ചസ് ഇറ്റ്സ് ക്രസ്റ്റ് വൈൽ ദ അതർ ഫാൾസ് ടു ഇറ്റ്സ് ട്രഫ്. അതായത് ഒന്ന് ക്രസ്റ്റ് ആവുന്ന സമയത്ത് അടുത്തത് ട്രഫ് ആയിരിക്കും. അതിവിടെ ഔട്ട് ഓഫ് ഫേസ്. ഒന്ന് ക്രസ്റ്റ് അടുത്തത് ട്രഫാണ്. അപ്പോൾ എന്താ പറയുന്നത്, then the phase difference is pi. The phase difference will be the path difference ആണ് അതിൻ്റെ ഫേസ് നായിട്ട്. path difference will be odd integral multiple of λ/2. λ/2 ആയിരിക്കും path difference. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ്. ദ വേവ്സ് മേ ഓൾസോ ഹാവ് എനി കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് അതർ ദാൻ 0 or π റേഡിയൻസ്. അപ്പോൾ നമ്മൾ പിന്നെ കണ്ടു π/2 വരുന്നത് ഒരു കേസ് കണ്ടു. ഇത് ഏത് വേണമെങ്കിലും ആവാം കേട്ടോ, πയോ π/2 π/4 എങ്ങനെ വേണമെങ്കിലും ആവാം. ഇത് വരയ്ക്കാനുള്ള സൗകര്യത്തിനാണ് ഞാൻ π/2 എടുത്തത്. മറ്റ് π/4 ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും വരയ്ക്കാൻ. നല്ല വൃത്തിയായിട്ട് വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫേസ് ഡിഫറൻസും ഫേസും ഉള്ള കാര്യങ്ങൾ. ഓക്കെ. ഇനി ഇൻകൊഹറൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻകൊഹറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 waves of different frequency can never
never maintain a constant phase difference, because their phase difference goes on fluctuating and changes abruptly. They are said to be incoherent. അപ്പോൾ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ഉള്ള വേവ്സിന് നമുക്ക് ഒരിക്കലും it cannot have a constant phase relation. Such waves are called ഇൻകൊഹറൻറ്റ് വേവ്സ്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലൈറ്റ് സോഴ്സസ് എല്ലാം ഇൻകൊഹറൻ്റ് ആയിരിക്കും. നമ്മൾ 2 ബൾബ് എടുത്ത് ഒരേ ഫ്രീക്വൻസി ഒരേപോലെയൊക്കെ വെച്ച് കഴിഞ്ഞാലും അതൊന്നും ഒരിക്കലും എന്താവില്ല, കൊഹറൻറ്റ് സോഴ്സസ് ആവില്ല. അപ്പം അങ്ങനത്തെ വേവ്സ് ഇൻഡിപെൻഡൻറ്റ് ലൈറ്റ് സോഴ്സസ് ആയിരിക്കും എപ്പോഴും ഇൻകൊഹറൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇനി ഈ ഫേസും പാത്ത് ഡിഫറൻസും നമ്മൾ നേരത്തെ ഞാനിങ്ങനെ പറഞ്ഞു, പൈയും ലാംഡയൊക്കെ ആയിട്ട് പറഞ്ഞു. അപ്പോൾ അത് തമ്മിൽ റിലേഷൻ ഉണ്ട്. ഈ റിലേഷൻ ഓർത്തിരിക്കുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു വിൽ നീഡ് ദിസ് റിലേഷൻ ഓൾവേസ്. 1 ലാംഡ വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2π ആണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫുൾ വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് 0 to 2π. 2π ആണിത് അല്ലേ, ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത്. For a distance of L in air, the phase difference will be, അപ്പം phase difference എന്ന് പറയുന്നത് ലാംഡ 2π ഫേസിന് ലാംഡയാണ് വേവ് ലെങ്ത്. അപ്പോൾ 5 L ഡിസ്റ്റൻസിന് എത്ര വേവ് ലെങ്ത് ആണെന്നാണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് വിൽ ബി L ഡിസ്റ്റൻസിന് എത്രയാണ് ഫേസ് ഡിഫറൻസ് എന്നാണ് നോക്കുന്നത്. ലാംഡ ഡിസ്റ്റൻസിന് 2π ആണെങ്കിൽ L ഡിസ്റ്റൻസിന് എത്രയാണെന്ന് നമ്മൾ സാധാരണ സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. ഒരു വേവ് ലെങ്ത് ഉണ്ട്, 2π ആണ് ഫേസ് ചേഞ്ച് എങ്കിൽ L ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെത്രയാണ് ഫേസ് ഡിഫറൻസ്. സോ ഡെൽറ്റ ഇസ് ഈക്വൽ ടു ലാംഡയ്ക്ക് 2π ആണ്, L ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ 2π/λ × L. നമ്മൾ സാധാരണ ചെയ്യുന്ന ലോജിക് തന്നെയാണിത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു, ഇത് ഫേസ് ഡിഫറൻസ് ആണ്, ഫേസ് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 2π/λ × L, ഓർ പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു λ/2π × ഫേസ് ഡിഫറൻസ്. ഇത് ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ പാത്ത് ഡിഫറൻസ് L ഇസ് ഈക്വൽ ടു λ/2π × ഫേസ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക. പാത്ത് ഡിഫറൻസ് പറയുന്നത് ലെങ്ത്തിനാണ് ഇത് വരിക, ഈ ഫേസ് ഡിഫറൻസ് പറയുന്നത് ആംഗിളിലാണ്. അപ്പോൾ നമുക്ക് പാത്ത് ഡിഫറൻസ് ആണ് കിട്ടണമെങ്കിൽ ഈ ഫേസ് താഴെ ഒരു ഫേസ് വരണം, ഇവിടെയും ഫേസ് വരണം. ഓക്കെ, ഇറ്റ് വിൽ ബി ഇൻ ടേംസ് ഓഫ് ലാംഡയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡയമെൻഷൻ വെച്ചിട്ട് നിങ്ങൾ ഈ റിലേഷൻ ഓർത്തിരിക്കുക. ഓക്കെ, പാത്ത് ഡിഫറൻസ് ആകുമ്പം ഈ λ/2π × ഫേസ് ഡിഫറൻസ് നമ്മൾ, ഫേസ് ഡിഫറൻസ് ആകുമ്പം എന്താ പറയുക, 2π/λ × പാത്ത് ഡിഫറൻസ്. അപ്പോൾ ലാംഡയുടെ ഡയമെൻഷനും താഴെ വരുന്ന പാത്ത് ഡിഫറൻസിൻ്റെ ഡയമെൻഷനും താഴെ വരുന്ന ലാംഡയുടെ ഡയമെൻഷനോട് ക്യാൻസൽ ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് റിലേഷൻ. ഇനി വെൻ ദ വേ ട്രാവൽസ് ഡിസ്റ്റൻസ് ഇൻ എ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആണെങ്കിൽ, മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ യു ഹാവ് ടു കൺസിഡർ ദി ഒപ്റ്റിക്കൽ പാത്ത്. ഇത് എപ്പോഴും ഓർക്കുക, ജോമെട്രിക്കൽ പാത്ത് നമ്മൾ ലൈറ്റിൻ്റെ കേസിൽ എപ്പോഴും ഒപ്റ്റിക്കൽ പാത്ത് എടുക്കണം when there is a when it is traveling in a medium other than air. അപ്പം ഇവിടെ ഫേസ് ഡിഫറൻസ് വിൽ ബി 2π/λ ഡെൽറ്റ. പാത്ത് ഡിഫറൻസ് എല്ലിന് പകരം ഡെൽറ്റ എന്ന് വരും. ഡെൽറ്റ വിൽ ബി മ്യൂ × L. മ്യൂ നമുക്ക് അറിയുന്ന കാര്യമാണ്. മ്യൂ ഇസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് L ഇസ് ദ ജോമെട്രിക്കൽ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഈ റിലേഷൻ ഓർത്തിരിക്കുക എപ്പോഴും. പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു λ/2π × ഫേസ് ഡിഫറൻസ്. ഓക്കെ, ഇനി റിഫ്ലക്ഷൻ്റെ ഈ ഒരു കാര്യം കൂടെ ഞാനിപ്പം ഈ ക്ലാസ്സിൽ ശരിക്കും നിങ്ങൾ ഇൻ്റർഫറൻസിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, കൊഹറൻസ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ എങ്ങനെയാണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, പിന്നെ എന്താണ് ഫേസ് ഡിഫറൻസ്, പാത്ത് ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം കൂടിയാണ് ഇഫക്റ്റ് ഓഫ് റിഫ്ലക്ഷൻ. ഒരു റിഫ്ലക്ഷനിൽ there will be a pi change when the light is traveling from a rarer medium to a denser medium. അതായത് ഒരു light wave traveling from a rarer medium to a denser medium,
undergoes a phase change of pi radians when it gets reflected at the boundary of a denser medium. അതൊരു ഡെൻസർ സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവ് പൈ ചേഞ്ച് ഉണ്ടാവും. പൈ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫേസ് ഇവിടുന്ന് ഈ വരുന്ന വേവിൻ്റെയും റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവിൻ്റെയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് പൈ ആയിരിക്കും. അതായത് ഇവിടെ ഒരു ചേഞ്ച് ഇൻ ഫേസ് ഡിഫറൻസ് നടക്കും ഈ റിഫ്ലക്ഷനിൽ. എപ്പോഴും താഴെയുള്ള മീഡിയം ഡെൻസർ ആകുമ്പോൾ മാത്രം ഓർത്തിരിക്കുക. ഓൺലി വെൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് റിഫ്ലക്റ്റഡ് ഫ്രം എ ഡെൻസർ ഇൻ്റർഫേസ്. ഒരു ഡെൻസർ മീഡിയമാണ് താഴെ ഉള്ളതെങ്കിൽ. ഇവിടെ നോക്കുക, ഈ ലൈറ്റ് വേവ് ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇവിടെ താഴെ ഡെൻസർ മീഡിയ ആയിട്ടുള്ള ഗ്ലാസ് ആണുള്ളത്. ഈ ലൈറ്റ് വേവ് ഇതിലൂടെ റിഫ്രാക്റ്റ് ചെയ്യുന്നു, ഇവിടെ താഴെ പോയി റിഫ്ലക്റ്റ് ചെയ്യുന്നു. താഴെ ഈ പോയിന്റിൽ ഇതിനിപ്പുറത്തേക്ക് എയർ ആണ് മീഡിയം. ഗ്ലാസ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് എയർ ഈസ് എ റെയറർ മീഡിയം. അങ്ങനെ ആ സമയത്ത് എന്തുണ്ടാവില്ല, ദർ വിൽ നോട്ട് ബി എനി ചേഞ്ച് ഇൻ ദ ഫേസ്. അപ്പോൾ ഇവിടെ ഫേസ് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഓൺലി വെൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് റിഫ്ലക്റ്റഡ് ഫ്രം എ ഡെൻസർ മീഡിയം ദർ വിൽ ബി എ ഫേസ് ഡിഫറൻസ് ഓഫ് പൈ. ഫേസ് ഡിഫറൻസ് ഓഫ് പൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? പാത്ത് ഡിഫറൻസ് എന്താണ്? ഇത് ഈക്വേഷൻ വെച്ച് നോക്കാം. പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു λ/2π ഇൻറ്റു ഫേസ് ഡിഫറൻസ്. ഫേസ് ഡിഫറൻസ് പൈ ആണ്. അപ്പോൾ പൈ ആണെങ്കിൽ ഈ പൈ ഇവിടെയുള്ള പൈയും കൂടി കട്ട് ചെയ്ത് പോകും. പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു λ/2. അപ്പോൾ ഓർത്തിരിക്കുക, ഫേസ് ചേഞ്ച് ഓഫ് പൈ മീൻസ് എ പാത്ത് ഡിഫറൻസ് ഓഫ് λ/2. ഓക്കെ, അപ്പോൾ λ/2 ആണ് പാത്ത് ഡിഫറൻസ് ഉണ്ടാവും. ഫേസ് ഡിഫറൻസ് പൈ ആവുന്ന സമയത്ത്. ഇനി ഇത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെൻസർ മീഡിയം, വെൻ ദ ലൈറ്റ് വേവ് ഈസ് ട്രാവലിംഗ് ഫ്രം എ ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം does not undergo any change in phase on reflection at the boundary. The change in path അല്ലെങ്കിൽ path difference എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ഓർത്തിരിക്കുക, ഇവിടെ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം there will be a phi change. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. ജസ്റ്റ് ഒന്നുകൂടെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞത്. നിങ്ങൾക്ക് ഇൻ്റർഫെറൻസ് എന്നുള്ള ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇതിലൊരു കാര്യം പോലും നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. എപ്പോഴും ഓർത്തിരിക്കണം. നമ്മളിപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ വേവ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. സെറ്റ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നൊരു വേവ് ആണ്. ആൻഡ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഈസ് C0. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് വേവിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇതാണ് വേവ് ലെങ്ത്ത്, കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എന്താണ്, വേവ് ഒരു മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ഇത് ഓർത്തിരിക്കുക, ഫേസ് ഡിഫറൻസും കൊഹറൻസും. ഫേസ് ഡിഫറൻസ് എന്താണ്, ഫേസ് ഡിഫറൻസ് എന്താണ്, കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു. പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു λ/2π ഇൻറ്റു ഫേസ് ഡിഫറൻസ്. അതുപോലെ ഓൺ റിഫ്ലക്ഷൻ from a denser interface, the wave will undergo a phase change of pi or a path difference of λ/2. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് നന്നായിട്ട് പഠിക്കും. ഓക്കെ, താങ്ക് യു.